പെട്ടെന്ന് നീലമ്മയുടെ ഫോൺ റിങ് ചെയ്തു. ഹലോ. അവർ പേടിയോടെ ഫോൺ ചെവിയോട് അടുപ്പിച്ചു. ആ ശരി. ഇത്തിരി നേരത്തിന് ശേഷം കോൾ കട്ടാക്കി. എല്ലാവരും നീലിയമ്മയെ തന്നെ നോക്കി. എന്താ നീലി? ആരെ വിളിച്ചേ? നീലൻ ചോദിച്ചു. അത് ഏട്ടാ, ധ്രുവിയുടെ അച്ഛനാണ്. അദ്ദേഹം നാളെ വരുമെന്ന്. അത് കേട്ടതും ധ്രുവിയുടെ മുഖം മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ കണ്ടെന്ന് അവൾക്ക് മനസ്സിലായതും അവൾ മുഖം തിരിച്ചു. പെട്ടെന്ന് തന്നെ കയ്പും മതിയാക്കി അവൾ എണീറ്റ് പോയി. അവൾ പോയതും അല്പനേരം കഴിഞ്ഞ് ആൻറ്റിയും എണീറ്റ് പോയി. എല്ലാവരും അവരെ നോക്കുന്നുണ്ടായിരുന്നു. പപ്പ നാളെ വരുമെന്ന്. ഇവിടെയും എന്നെ അവഗണിക്കുമോ? ഇനിയും സഹിക്കാൻ വയ്യ. അവൾ ഓരോന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. എന്താ മോളെ, കിടക്കുന്നില്ലേ? അത് പറഞ്ഞ് അവളുടെ തലയിൽ തലോടി. ഏയ് മമ്മൂസേ, നാളെ പപ്പ എപ്പോഴാ വരിക? രാവിലെ. ആ മോളെ, നീ വിഷമിക്കണ്ട. ഒന്നും സംഭവിക്കില്ല. എനിക്ക് എന്ത് വിഷമമോ? ഒന്നുമില്ലല്ലോ, അവൾ ചിരിയോടെ പറഞ്ഞു. മോൾ കിടന്നോ? അവൾ അതിന് മൂളുക മാത്രം ചെയ്തു. നീലമ്മ പുറത്തേക്ക് ഇറങ്ങിയതും എല്ലാം കേട്ട് എന്ന ഭാവത്തിൽ കാശി. മോനോ, കിടന്നില്ലേ നീ? ആൻറ്റി, എന്താ ധ്രുവിയുടെ അച്ഛനുമായി പ്രശ്നം? ഞങ്ങൾക്കിടയിൽ പ്രശ്നമൊന്നുമില്ല മോനെ. എന്നാൽ ധ്രുവിയോട് അദ്ദേഹം അധികം മിണ്ടാറില്ല മോനെ. അവളോട് എന്ന് ഒരു അകൽച്ചയാണ്. എന്താ കാര്യം അവർ തമ്മിൽ ഇങ്ങനെ അകലാൻ? അത് എനിക്കും അറിയില്ല. ചെറുപ്പത്തിൽ അവൾ എന്ന് പറഞ്ഞ ജീവനായിരുന്നു. എന്നു മുതലാ അദ്ദേഹം അവളെ വെറുത്തതെന്ന് അറിയില്ല. അവൾക്ക് തെറ്റാണ് എന്ന് തോന്നുന്നത് അവൾ എതിർത്തിരുന്നു. പിന്നെ അയാൾ അവളെ അകറ്റി. ഞങ്ങളോട് ഭയങ്കര സ്നേഹമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞങ്ങളോട് പോലും മര്യാദയ്ക്ക് സംസാരിക്കുന്നില്ല. എന്താ ചെയ്യുക? എല്ലാം വിധിയാണ് എൻ്റെ കുട്ടിയുടെ. അമ്മയുടെ മനസ്സ് നൊന്തു. എല്ലാം ശരിയാവും. അതും പറഞ്ഞ് കാശി അവിടുന്ന് പോയി. അവൻ ഓരോന്ന് ആലോചിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ വിഘ്നേശ്വരൻ വന്നു. അയാൾ എല്ലാവരും സംസാരിച്ചു എന്ന് ധ്രുവിയെ ഒരു നോട്ടം കൊണ്ടുപോലും കടകക്ഷിച്ചില്ലെന്നും സത്യം. അവർക്ക് മനസ്സിൽ എന്തോ ഭാരം തോന്നി. അറിയാമായിരുന്നു ഇങ്ങനെ തന്നെയാണ് പ്രതികാരമെന്ന്. എന്നാലും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അവളുടെ മുഖത്തെ വിഷമം കണ്ടതും നീലൻ്റെ മനസ്സും നൊന്തു. നീലൻ വിഷമത്തോടെ കാശിയെ നോക്കി. എന്താ അച്ഛാ? ഒന്നുമില്ല കാശി. പാവം എൻ്റെ ധ്രുവിമോള്. എൻ്റെ മോളുടെ അവസ്ഥ ആലോചിക്കാൻ വയ്യടാ. നീലി പറയും പോലെ വിധി, അല്ലാതെ എന്താ പറയുക? അതും പറഞ്ഞു നീലൻ പോയി. എന്താ അച്ചായി പറഞ്ഞേ? നീലൻ പോകുന്നത് കണ്ടതും കാശിയുടെ അടുത്ത് വന്ന് നിരവ് ആകാംക്ഷയോട് ചോദിച്ചു. അത് ധ്രുവിയുടെ അച്ഛൻ്റെ കാര്യമാ. എല്ലാം നിരവിനോട് പറഞ്ഞു. അതും കൂടെ കേട്ടതും അവൻ എന്തോ പോലെയായി. ഇങ്ങനെയുണ്ടോ അച്ഛന്മാർ? പെൺകുട്ടികളെ മാലാക പോലെയല്ലേ അച്ഛന്മാർ കൊണ്ടു നടക്കുക? ഇയാൾ മാത്രം എന്താ ഇങ്ങനെ? നിരവ് പറഞ്ഞതും കാശി അവനെ തന്നെ നോക്കി. നമുക്ക് സംസാരിച്ചാലോ? എന്ത്? കുന്തം വീഴിയ പോലെ ചോദിച്ചു നിരവ്. അത് അല്ല, നമുക്ക് അവളുടെ അച്ഛനോട് സംസാരിക്കാം എന്ന്. വേണോടാ? വാട പൊട്ട. എത്ര പേരെ കൈകാര്യം ചെയ്തേക്കുന്നു നമ്മൾ. വാ മോനെ ദിനേശേ. നിരവിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് കാശി നടന്നു. എടാ, ഇപ്പോൾ വേണോ? കുറച്ചുകൂടെ കഴിയട്ടെ. ആള് വന്നല്ലേ ഉള്ളൂ. കറക്റ്റ്. സമയങ്ങൾ കടന്നുപോയി. കാശിയും നിരവും വെരികേഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കാശി, വാ നമുക്ക് ഫുഡ് അടിക്കാം എന്നിട്ട് സംസാരിക്കാം. അതൊന്നും ശരിയാവില്ല. നീ വന്നേ. ആദ്യം സംസാരിക്കാനുള്ളത് സംസാരിക്കാം, എന്നിട്ട് മതി കയ്പും കുടിപ്പും. അതും പറഞ്ഞ് ഞാൻ അവനെ വലിച്ചു കൊണ്ടുപോയി. റൂമിലേക്ക് കയറും മുന്നേ ആ തെണ്ടി കണ്ണടച്ചു പ്രാർത്ഥിക്കുന്ന പോലെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എന്താടാ കോപ്പെ കാണിക്കുന്നേ? അല്ല കാശി, മോള് ജഗജില്ലിയാണ്. അപ്പം തന്ത എന്താവും? ഒന്ന് ആലോചിച്ചു നോക്ക്. ഒരു ചിരിയോടെ അവൻ പറഞ്ഞതും ഞാൻ അവനെ നോക്കി. നമ്മൾ എത്ര കണ്ടതാ എന്ന് എക്സ്പ്രഷൻ ഇട്ടു. ഡോർ ലോക്ക് ചെയ്ത് അകത്തേക്ക് കയറി. അങ്കിൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അങ്കിൾ? കാശിയോ? കയറി വരൂ. എന്നെ
ക്ഷണിച്ചുകൊണ്ട് അങ്കിൾ നിരവിനെ നോക്കി. നിരവ് അങ്കിൾ സത്യമാമൻ്റെ മോൻ. ഞാൻ നിരവിനെ എൻ്റെ അടുത്തേക്ക് നിർത്തിക്കൊണ്ട് പറഞ്ഞു. ഓ, എന്താ ചെയ്യുന്ന ഇപ്പോൾ? ബെസ്റ്റ്. കാര്യം പറയാതെ ഇങ്ങനെ ചോദ്യം ചോദിക്കണോ? നിരവ് എനിക്ക് കേൾക്കാൻ എന്ന പോലെ പറഞ്ഞു. ഞങ്ങൾ ഫോട്ടോഗ്രാഫി, പിന്നെ അച്ഛൻ്റെ ബിസിനസ് നോക്കി നടത്തുന്നു. ആര്, നീയോ? ഡാ തെണ്ടി. ഹാ, നിരവ് എനിക്ക് കേൾക്കാം. പാപം പറഞ്ഞതും ഞാൻ അവൻ്റെ കാലിൽ ചവിട്ടിക്കൊടുത്തു. അങ്കിൾ, ഞങ്ങൾക്കൊരു കാര്യം പറയാൻ ഉണ്ടായിരുന്നു. ഞാൻ നിരവിനെയും അങ്കിളിനെയും നോക്കി പറഞ്ഞു. എന്താ, പറഞ്ഞോളൂ. അത് അങ്കിൾ പറയടാ. ആ, പറയൂ കാശി. അങ്കിളും ധ്രുവിയുമായി എന്താ പ്രശ്നം? അവളെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യാൻ എന്ത് പ്രശ്നം? അയാൾ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു. അല്ല അങ്കിൾ, നിങ്ങൾ ഒരു അച്ഛനാണോ സ്വന്തം മകളെ ഇങ്ങനെ? നിരവ്, നിർത്തു മതി. നിരവ് അങ്കിളിനോട് ദേഷ്യത്തോടെ സംസാരിക്കുന്നത് കണ്ട് ഞാൻ നിരവിനെ തടഞ്ഞു. ഞാൻ ഒന്നും പറയുന്നില്ല, അവൻ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ചു. സോറി അങ്കിൾ, അവൻ ദേഷ്യം കൊണ്ട് പറഞ്ഞതാ, കാര്യമാക്കേണ്ട. അവൾക്ക് നല്ല വിഷമമുണ്ട്. അച്ഛൻ എന്ന മനുഷ്യനിൽ നിന്ന് ഒരു മകൾ ആഗ്രഹിക്കുന്ന വാത്സല്യം പോലും നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. എനിക്കറിയാം, ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടാവും. ഇത്രയും നല്ലൊരു മകളെ കിട്ടിയിട്ടും നിങ്ങൾ അവൾക്ക് ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവളുടെ ജീവിതം ഇങ്ങനെയാവില്ലായിരുന്നു. കാശി പുച്ഛത്തോടെ പറഞ്ഞു നിർത്തി. കാശി, എന്താ പറഞ്ഞ്? ജീവിതം ഇങ്ങനെയാവില്ലെന്നോ? എന്താ അവളുടെ ജീവിതത്തിൽ? അയാൾ സംശയത്തോടെ ചോദിച്ചു. കാശി എല്ലാം പറഞ്ഞു. അന്ന് ആദ്യമായി ധ്രുവിയെ ആലോചിച്ച് അയാളുടെ മനം മുരുകി, കണ്ണുകൾ നിറഞ്ഞു. കാശി, എൻ്റെ മോള്. അങ്കിൾ, ഇപ്പോൾ വിഷമിക്കണ്ട. അത് എല്ലാം കഴിഞ്ഞിട്ട് കുറേ നാളായി. എന്തിനാ അങ്കിൾ അവളെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? മോനെ, ഞാൻ ആഗ്രഹിച്ച പോലെ ഒന്നും എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ മകളെ സ്നേഹിക്കാൻ പോലും എൻ്റെ കയ്യിൽ അവർക്ക് കൊടുക്കാൻ പണമുണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ ഞാൻ നാണം കെട്ടു. അന്ന് പണമായിരുന്നു എനിക്കെല്ലാം. പണത്തിൻ്റെ പിറകെയായിരുന്നു ഞാൻ. എനിക്ക് ദേഷ്യമായിരുന്നു എല്ലാത്തിനോടും. പിന്നെ പണമായി. അപ്പോഴേക്കും അവൾ വളർന്നു. എൻ്റെ സ്വഭാവം മാറ്റാൻ എനിക്ക് കഴിഞ്ഞില്ല. എൻ്റെ മോള് ഇത്രയ്ക്കും അനുഭവിച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞില്ലല്ലോ. അത് എല്ലാം കഴിഞ്ഞു അങ്കിൾ. ഇനിയെങ്കിലും അവളുടെ സന്തോഷത്തിൽ കൂട്ടുനിൽക്കൂ. ഒരു അച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും കൊടുക്കാൻ നോക്ക്. പെട്ടെന്ന് അയാൾ കാശിയെ കെട്ടിപ്പിടിച്ചു. അവനും. അങ്കിൾ, അവളോട് സംസാരിക്ക്. അങ്കിൾ, സോറി, ദേഷ്യം വന്നപ്പോൾ പറഞ്ഞതാ ഞാൻ. നിരവ് സോറി പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഓഹോ, ഇപ്പോൾ ഒന്നും സമാധാനമായത്. ആള് ഒരു പാവമല്ലേ? ഞാൻ നിരവിനെ നോക്കി പറഞ്ഞു. കണ്ടറിയാം. എല്ലാം ശരിയായാൽ മതിയായിരുന്നു അല്ലടാ. ഇനി നിങ്ങളുടെ കാര്യത്തിന് കൂടെ അച്ചായുടെ തീരുമാനം കൂടെ അറിഞ്ഞാൽ മതി. ധ്രുവി എന്തോ ആലോചിച്ച് കിടന്നു. പെട്ടെന്ന് മയങ്ങിപ്പോയി. ആരോ തലോടുന്നതും തോന്നിയതും പതിയെ കണ്ണു തുറന്നു നോക്കി. മുന്നിൽ പപ്പയെ കണ്ടതും ഞാൻ ഞെട്ടി. മോളെ. കണ്ണുകൾ നിറച്ചുകൊണ്ട് എന്നെ വിളിക്കുന്നത് കണ്ടതും ഞാൻ പപ്പയെ തന്നെ നോക്കി. എനിക്കൊന്നും മനസ്സിലായില്ല. അഭിനയമാണോ മോളെ? ഈ പപ്പയോട് ക്ഷമിക്കു മോളെ. അവളുടെ മുന്നിൽ കൈകൾ കൂമ്പിക്കൊണ്ട് പറഞ്ഞതും അവൾ ഞെട്ടിക്കൊണ്ട് കൈകൾ പിടിച്ചുകൊണ്ട് അരുത് എന്ന പോലെ തലയാട്ടി. എന്താ പപ്പേ ഇത്? അവൾ നിറഞ്ഞ മിഴിയോടെ തിരക്കി. പപ്പ മോളോട് ചെയ്ത വലിയ തെറ്റാ. ക്ഷമിക്കു എന്നോട്. അവളെ അയാൾ നെഞ്ചു ചേർത്ത് പിടിച്ചു. അവൾക്ക് എന്തോ ഒരു ആശ്വാസം കിട്ടിയ പോലെ തോന്നി. പപ്പേ. എന്താ മോളെ? എന്തിനാ എന്നോട് ഇത്രയും നാളും? വേണ്ട മോളെ, ഒന്നും പറയണ്ട. അത് എല്ലാം ഞാൻ മറക്കാൻ ആഗ്രഹിക്കുക. എല്ലാം ഇനി എനിക്ക് എൻ്റെ മോളെ മനസ്സ് നിറയെ സ്നേഹിക്കണം. എനിക്ക് നല്ലൊരു അച്ഛനാവണം. മോളുടെ കാര്യങ്ങളെല്ലാം കാശി പറഞ്ഞപ്പോൾ മനസ്സ് നൊന്തു. എന്ത് പപ്പേ? കാശി എന്താ പറഞ്ഞേ? ഇനി എന്തിനാ? അതൊക്കെ പോട്ടെ, എല്ലാം മറക്കാം. അയാൾ അവളുടെ തലയിൽ തലോടി നെറ്റിയിൽ ഒരു സ്നേഹചുംബനം നൽകി. അവൾക്ക് ഒത്തിരി സന്തോഷം തോന്നി. അവൾ അയാളെ ഇറുകെ കെട്ടിപ്പിടിച്ചു. പരസ്പരം എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്ന ധ്രുവിയെയും
വിഘ്നേശ്വരനെയും കണ്ടതും നീലിയമ്മയും ദർശിയും പരസ്പരം നോക്കി. അതിശയം തോന്നി അവർക്ക്. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ആഹാ, ദർശി ഇങ്ങു വാ, നീലു ഇങ്ങു വാടി. അയാൾ വിളിച്ചത് കേട്ടതും നീലിയമ്മ അയാളെ തന്നെ നോക്കി. വിവാഹം കഴിഞ്ഞ സമയത്താണ് അയാൾ നീലുവും എന്ന് വിളിച്ചിട്ടുള്ളൂ. ഇപ്പോൾ വീണ്ടും അവരുടെ മനസ്സ് നിറഞ്ഞു. അവർ ഒരു ചിരിയോടെ റൂമിലേക്ക് കയറി. പിന്നെ അവിടം ഒരു കൊച്ചു സ്വർഗം തന്നെയായിരുന്നു. ഫുഡ് കഴിക്കാൻ വിളിക്കാൻ വന്നതായിരുന്നു നീലനും ജാനകിയും. അവരുടെ സന്തോഷം കണ്ട് അവരുടെ കണ്ണുകൾ സന്തോഷത്തോടെ നിറഞ്ഞു. എന്താ ഇത്? നീലൻ ചിരിച്ചുകൊണ്ട് ധ്രുവിയെ നോക്കി. അച്ചായി നോക്കിയേ, എൻ്റെ പപ്പ എന്നെ മോളെ എന്ന് വിളിച്ചു. എൻ്റെ തലയിൽ തലോടി കുറേ സംസാരിച്ചു. ഒരു കൊച്ചു കുട്ടിയുടെ ലാഘവത്തോടെ പറയുന്ന ധ്രുവിയെ നീലൻ ഒരു അത്ഭുതത്തോടെ നോക്കി. അവളുടെ തലയിൽ തലോടി എന്ന് ഇതുപോലെ സന്തോഷത്തോടെ കാണട്ടെ എന്ന് അവളുടെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ചു. എല്ലാവരും വായോ, ഫുഡ് കഴിക്കാം, ജാനകി പറഞ്ഞതും അവർ ഭക്ഷണം കഴിക്കാൻ പോയി. അങ്ങനെ ഭക്ഷണം കഴിച്ചു വന്നതും അവർ 4 പേരും ഉച്ചമയക്കത്തിലേക്ക് പോയി. ഒരുപാട് നാളുകൾക്ക് ശേഷം അവൾ ഒത്തിരി സന്തോഷിച്ചു. ജാനകി, എൻ്റെ ജാനുക്കുട്ടിയെ. എന്താ മനുഷ്യ, നീ കണ്ടോ എൻ്റെ കുട്ടിൻ്റെ സന്തോഷം? കണ്ടു. എൻ്റെ മോള് ഇപ്പോൾ ഒത്തിരി സന്തോഷിക്കുന്നുണ്ട് അല്ലേ നീലേട്ടാ? എന്നും ഇങ്ങനെ കണ്ടാൽ മതി അല്ലേ? അല്ല മനുഷ്യ, കാശിക്ക് നിങ്ങൾ ആരെയാ പറയുന്നേ? നമ്മുടെ മോളെയോ ശിവനെയോ? രണ്ടും നമ്മളുടെ മക്കളല്ലേ? എന്ന ധ്രുവിമോള് എൻ്റെ ജീവനാ. മോളെ പിരിയാൻ ഇനി പാടാ. കാശിക്ക് എൻ്റെ ധ്രുവിമോളേക്കാൾ ചേർന്നത് ആരും ഉണ്ടാവില്ല. ശരിയാ, കാശിയെ മനസ്സിലാക്കാനും ഒത്തിരി സ്നേഹിക്കാനും ധ്രുവിക്ക് പറ്റും. അവർ ചിരിയോടെ പറഞ്ഞു. അവർ സംസാരിക്കുമ്പോൾ നിരവും കാശിയും വന്നു. വന്നല്ലോ. എന്താടാ, എവിടെയോ പോവെന്ന് പറഞ്ഞിട്ട് പോയില്ലേ? ഭയങ്കര തലവേദന. അതും പറഞ്ഞ് രണ്ടും ജാനകിയുടെ മടിയിൽ കിടന്നു. ജാനകി അവരുടെ തലയിൽ തലോടി. അല്ല, ആമിമോൾ എവിടെ? അവർ രാവിലെ പോയതല്ലേ, വന്നിട്ടില്ല. ശിവയും അഭിയും ആമിയും നിലംബരിയും എല്ലാവരും ഷോപ്പിൽ പോയതാണ്. കാശി വിഘ്നേശ്വരന് ധ്രുവിയോട് സംസാരിച്ചുട്ടോ? ശരിക്കും? അവർ 2 പേരും ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു. ആടാ, വിധിയുടെ ചരട് പൊട്ടിച്ചുകൊണ്ട് അവർ ഒന്നായി. അച്ഛനും മകളും എന്നും ഇങ്ങനെ ഇരിക്കട്ടെ. അല്ലടാ, അല്ലാതെ പിന്നെ. കാശിയുടെയും നിരവിൻ്റെയും ഉള്ളു നിറഞ്ഞു. അല്ല അച്ചായി, ഇനി എപ്പോഴാ സൂര്യയും ആൻറ്റിയെ വരിക? സൂര്യൻ വിളിച്ചിരുന്നു, ഇന്ന് വൈകിട്ട് എത്തുമെന്നാ പറഞ്ഞ്. കാശി പറഞ്ഞു. ഇപ്പോൾ എല്ലാം സെറ്റ് അല്ലേ അച്ചായി? ഇനി എൻ്റെയും ആമിൻ്റെയും കാര്യം പറ അച്ചായി. നിരവ് നാണത്തോടെ നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യട, ചെക്കൻ്റെ നാണം നോക്ക്. ജാനകി ചിരിച്ചു. അത് എല്ലാം തീരുമാനിക്കാൻ സമയമുണ്ടല്ലോ, നീലൻ പറഞ്ഞു.